കയ്യിലിരിക്കുന്ന പണം കടം കൊടുത്താൽ അതോടെ തീരും ആ ബന്ധം. ഒരു ബന്ധം അവസാനിക്കണമെങ്കിൽ വേറെ ഒന്നും വേണ്ട, കുറച്ച് പണം കടം കൊടുത്താൽ മാത്രം മതി. ശരിയല്ലേ? 95% അങ്ങനെയാണ്. കടം പറഞ്ഞ തീയതി കഴിഞ്ഞിട്ടും പണം കിട്ടാതെ വന്നിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ പതുക്കെ ഒന്ന് തിരക്കുമ്പോഴാണ് കളി മാറുന്നത്. പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യും, പക്ഷെ എടുക്കില്ല. വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ നീലട്ടിക്ക് വീഴും, പക്ഷെ മറുപടി ഉണ്ടാവില്ല. നമുക്ക് ഈ പൈസ കിട്ടിയില്ലെങ്കിലും വലിയ പട്ടിണിയൊന്നും ഉണ്ടാകില്ലെന്ന് അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ട് തന്നെ പൈസ തിരിച്ചു ചോദിക്കാൻ വേണ്ടി നമ്മൾ വിളിക്കുമ്പോൾ ഒടുവിൽ ഒരു വിഡ്ഢിയുടെ ഭാവത്തിൽ ഇരിക്കേണ്ടി വരും. 2-3 തവണയിൽ കൂടുതൽ ചോദിച്ചാൽ പിന്നെ വരുന്നത് ഒരു മാസ് ഡയലോഗാണ്. നിനക്കെന്താ ഇത്ര അത്യാവശ്യം? നിനക്ക് വേറെ കാശില്ലാഞ്ഞിട്ടല്ലല്ലോ, ഞാൻ തരാമെന്ന് പറഞ്ഞില്ലേ? ഇത് കേൾക്കുമ്പോൾ നമ്മൾ ചോദിച്ചത് നമ്മുടെ സ്വന്തം പൈസയാണോ അതോ നമ്മൾ അവരുടെ അടുത്ത് നിന്ന് വല്ല പിച്ചയും ചോദിച്ചാണോ എന്ന് നമ്മൾ തന്നെ സംശയിച്ചു പോകും. പൈസ ചോദിച്ച നമ്മൾ പെട്ടെന്ന് കടുംപിടുത്തക്കാരനായ ഒരു വില്ലനാകും. കടം വാങ്ങി പറ്റിച്ചവൻ ഒരു പാവം ഇരയുമാകും. എൻ്റെ ഒരു സുഹൃത്തിന് പറ്റിയ ഒരു കോമഡി ഇതിലും വലുതാണ്. സുഹൃത്തിന്റെ വീട് പണി നടക്കുന്ന സമയം ചിട്ടി വെച്ച് പിടിച്ചു കിട്ടിയ പൈസയും കൊണ്ട് ആ പാവം വരുന്ന വഴിയിലാണ് അവന്റെ ഒരു സുഹൃത്ത് മുന്നിൽ വന്ന് ചാടുന്നത്. വീട് പണിയുടെ മൂർധന്യാസത്തിലാണ് നിൽക്കുന്നതെന്ന് ഒരു നിമിഷം മറന്നു. ഇയാളുടെ കഷ്ടപ്പാട് കേട്ടപ്പോൾ എൻ്റെ സുഹൃത്തിന്റെ മനസ്സലിഞ്ഞു. പാവം തോന്നി. വെറും ഒരൊറ്റ ആഴ്ചക്കുള്ളിൽ തന്നു തീർക്കാം എന്നായിരുന്നു പുള്ളിയുടെ 1.5 ഉറപ്പ്. ഒരാഴ്ച കാത്തിരുന്നാൽ മതിയല്ലോ. കയ്യിലിരുന്ന ചിട്ടി പൈസയുടെ പൊതി അയാൾക്ക് കൊടുത്തു. ആ ഒരാഴ്ച പതുക്കെ പതുക്കെ 1 മാസമായി, പിന്നീട് 2 മാസമായി, ഒടുവിൽ ആ ഒരാഴ്ച അവസാനിക്കാൻ എടുത്തത് നീണ്ട 8 മാസങ്ങളാണ്. ആ 8 മാസം തള്ളി നീക്കിയത് 8 യുഗമായിട്ടാണ്. വിളിച്ചു മടുത്തപ്പോൾ ഒടുവിൽ ഇയാളുടെ ഭാര്യയെ വരെ ഫോണിൽ വിളിച്ച് കാര്യം പറയേണ്ടി വന്നു. ഒടുവിൽ പുള്ളിക്കാരൻ പൈസ തന്ന് തടിയൂരി. പക്ഷേ ആ വേഗം തന്നു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് പുള്ളിയെ എത്തിക്കാൻ 8 മാസം പുറകെ നടക്കേണ്ടി വന്നു എന്ന് മാത്രം. ഇതിനിടയിൽ കയ്യിൽ 5 പൈസ ഇല്ലെന്ന് പറഞ്ഞ് ദയനീയമായി പറഞ്ഞ് കടം വാങ്ങുന്നവർ പിറ്റേ ദിവസം സോഷ്യൽ മീഡിയയിൽ വല്ല ഹിൽ സ്റ്റേഷനിലും പോയി ഇരുന്ന് കാപ്പി കുടിക്കുന്ന പടം പങ്കുവയ്ക്കും. KFCയിൽ ഇരുന്ന് ചിക്കൻ കടിച്ചു വലിക്കുന്ന സ്റ്റോറിയുടെ താഴെ ഫുഡ് ഈസ് ലൈഫ് എന്നവർ എഴുതി വയ്ക്കുമ്പോൾ അത് കാണുന്ന നമ്മുടെ ഉള്ളിലെ സമാധാനമാണ് പോഞ്ഞു തീരുന്നത്. കാശിന്റെ ബുദ്ധിമുട്ടല്ല, മറിച്ച് നമ്മുടെ നല്ല മനസ്സിനെ ചൂഷണം ചെയ്ത് നമ്മളെ ഇങ്ങനെ വിഡ്ഢിയാക്കി നടക്കുന്നത് കാണുമ്പോഴുള്ള ഒരു ദേഷ്യമുണ്ടല്ലോ, അതാണ് സഹിക്കാൻ പറ്റാത്തത്. ബന്ധുക്കളോ സുഹൃത്തുക്കളോ ആണെങ്കിൽ പിന്നെ ഒട്ടും ചോദിക്കാൻ പറ്റില്ല. ചോദിച്ചാൽ ഉടനെ ഗ്രൂപ്പുകളിൽ വരും. കഴിഞ്ഞ ദിവസം അങ്ങനെ കുടുംബ ഗ്രൂപ്പിൽ വന്ന ഒരു മെസ്സേജ് കണ്ടപ്പോൾ ഞാൻ തലയിൽ കൈവച്ചു പോയി. വിദേശത്തുള്ള ഒരു ബന്ധു നാട്ടിലുള്ള മറ്റൊരു ബന്ധുവിന് 5000 രൂപ കടം കൊടുത്തു. ക്യാൻസർ ചികിത്സയ്ക്കാണ് കൊടുത്തത്. പറഞ്ഞ സമയത്ത് തിരിച്ചു കൊടുക്കാഞ്ഞത് കൊണ്ട് കലിതുള്ളിയ വിദേശ ബന്ധു കുടുംബ ഗ്രൂപ്പിൽ കടം വാങ്ങിയ കഥ സവിസ്തരം വിളമ്പി. ഒപ്പം ഒരു ഭീഷണി, തന്നില്ലെങ്കിൽ വിവരം അറിയുമെന്ന്. നാട്ടിലെ ബന്ധു ആ ഗ്രൂപ്പിൽ ഇല്ലാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. പിന്നെ അതിന്റെ അപ്ഡേഷൻ ഒന്നും കണ്ടില്ല. പൈസ കിട്ടിയോ ആവോ? നാട്ടിലെ ബന്ധുവിനെ വിളിച്ചു ചോദിക്കാനും പേടി. ആ വകയിൽ എന്നോട് കടം ചോദിച്ചാലോ? അവർക്ക് വലിയ വിദേശ പത്രാസൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? വെറും 5000 രൂപ കടം മേടിച്ചതിന് ഇങ്ങനെ നാണം കെടുത്താമോ എന്നാണ് മറ്റൊരു ബന്ധു ചോദിച്ചത്. അതേസമയം കാശ് കൊടുത്ത ബന്ധു വിചാരിച്ചു കാണും, ചോദിച്ച കാശ് കൊടുത്തു, തിരിച്ചു ചോദിച്ചതിന് നാണക്കേടും വാങ്ങി, ഒടുവിൽ എല്ലാവരുടെയും മുന്നിൽ വലിയൊരു അഹങ്കാരിയുമായി മാറിയെന്ന്. കാശ് തിരിച്ചു കിട്ടിയേക്കാം, വലിയ സാമ്പത്തിക അടിത്തറയൊന്നും ഇത് ബാധിക്കില്ലായിരിക്കാം. പക്ഷേ അതോടൊപ്പം കൂടെ പോകുന്ന ഒരു വിശ്വാസമുണ്ട്. അതാണ് വല്ലാതെ വേദനിപ്പിക്കുന്നത്. ഒരു അത്യാവശ്യം വന്നപ്പോൾ വിശ്വസിച്ച് സഹായിച്ചതിന് ഒടുവിൽ കിട്ടുന്ന ഈ അവഗണനയും ചതിയും ഉള്ളിൽ വല്ലാതെ കൊള്ളും. പണം കൊടുത്ത് വാങ്ങി കൂട്ടുന്നത് ശത്രുക്കളെയും പറ്റിക്കലുകളെയും മാത്രമാണെന്ന തിരിച്ചറിവ് ഉണ്ടാകുമ്പോഴേക്കും നമ്മുടെ സമാധാനം പോയിട്ടുണ്ടാകും. ഒടുവിൽ തലയിൽ കൈവച്ച് ആലോചിക്കുമ്പോൾ ഒരൊറ്റ കാര്യമേ മനസ്സിൽ ഉറപ്പിക്കാൻ തോന്നൂ, ഇനി ആരെങ്കിലും വന്ന് പൈസ ചോദിച്ചാൽ അയ്യോ എൻ്റെ കയ്യിലുള്ളതൊക്കെ ഞാൻ വേറെ എവിടെയോ ഇൻവെസ്റ്റ് ചെയ്തു, ഇപ്പോൾ കയ്യിൽ ലിക്വിഡ് ക്യാഷ് ഒന്നുമില്ല എന്ന് പച്ച കള്ളം പറഞ്ഞ് ശീലിക്കണം. കാരണം നമ്മൾക്ക് കാശുണ്ടെന്ന് കരുതി എല്ലാവരെയും വിശ്വസിച്ച് ഒടുവിൽ ഒരു വിഡ്ഢിയാകുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് ആദ്യം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് സ്വന്തം സമാധാനവും ബന്ധങ്ങളും നിലനിർത്തുന്നത്.